1550 റേഞ്ചിലെ ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിലെ എംബ്രോയിഡറി എന്ന സിൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടിരുന്നു. അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് എംബ്രോയിഡറി പാറ്റേൺ ആയിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ആ സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. ലൈറ്റ് ഒരു ഗ്രേ ടോൺ വരുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൽ ദാമൻ ഏരിയയിൽ സ്കാലപ്പ് പാറ്റേണും എംബ്രോയിഡറി നോട്ടഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ബ്ലൂ കളർ, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ടോൺ വരുന്നുണ്ട്, യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ വന്നേക്കുന്നത് ഒണിയൻ പിങ്ക് ടോൺ ആണ്. അപ്പോൾ ഇത്രയും കളക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപോകും. പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ടും കുഞ്ഞു കുഞ്ഞു എംബ്രോയിഡറി പാറ്റേൺ വരും. എന്നിട്ട് ദാമൻ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ച് വീതി കൂടുതൽ വന്ന് സ്കാലപ്പ് പാറ്റേണിൽ നോട്ടഡ് എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ബോട്ടം ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന സാറ്റൻ സിൽക്കിൻ്റെ പ്ലെയിൻ ബോട്ടം ആണ്. സെയിം കളർ ടോൺ തന്നെ വരും. ദുപ്പട്ട വരുമ്പോൾ സെയിം പാറ്റേൺ തന്നെ, സെയിം ഫാബ്രിക്, ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ നമുക്ക് എംബ്രോയിഡറി ചെയ്ത് രണ്ട് സൈഡിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ് കൊടുത്തേക്കുന്നത്. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ലുക്ക് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ഭംഗിയായിട്ടുള്ള യെല്ലോ ടോണിലാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ലൈറ്റ് ഗ്രീൻ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ലൈറ്റ് ഒരു ഗ്രേ മോവ് ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ സെറ്റ് നമുക്ക് വരുന്നത്. ഒണിയൻ പിങ്ക് ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്.